ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ വേരിയബിൾസിനെ കുറിച്ചും അതുപോലെ നമ്മളെ ഡാറ്റ ടൈപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കവർ ചെയ്തു അല്ലേ? ഓക്കെ, അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്സിൽ ലൂപ്സ് ആയിട്ടുള്ള നമ്മളെ ഫോർ വൈലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് കേട്ടോ. ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയുന്നുള്ളൂ, നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻസ് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഷോർട്ടാക്കിയിട്ട് കേട്ടോ. നമുക്ക് ആദ്യം നിന്ന് ജസ്റ്റ് ലൂപ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഫോർ വൈൽ പോലെ പോയാൽ മതിയല്ലോ, നമുക്ക് അധികം പെട്ടെന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ മറക്കണ്ട. ഓക്കെ, ഇവിടെ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈൽ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ എക്സാമ്പിളിലോട്ട് കിടക്കാം. ആദ്യം ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം. എന്താണ് ഫോർ വൈൽ ലൂപ്പ് എന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ബേസിക്സിൽ എന്താണ് അതിൻ്റെ വർക്ക് ഫ്ലോ ഒന്ന് ഷോർട്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2-3 എക്സാമ്പിൾസും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് അതല്ലാതെ തന്നെ വേറെ വീഡിയോയിലൂടെ കവർ ചെയ്യാം. ഇഫ് എൽസും കാര്യങ്ങളൊക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ സ്ലോലി മീൻസ് പെട്ടെന്ന് നമുക്ക് ആക്കും പോലെ പോയാൽ മതിയല്ലോ. ഓക്കെ, ഇവിടെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസസ് ആയിട്ടുള്ള സംഭവം. അതായത് ഇപ്പോൾ ലിസ്റ്റ്, ടബിള്, അങ്ങനത്തെ സംഗതികൾ ഓരോന്നായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർ എന്ന് പറഞ്ഞത്, ഫോർ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വൈൽ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ റൺ ചെയ്യാം. ആ ഒരു സിറ്റുവേഷനാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തുതരാം, ഞാനിതിൻ്റെ എക്സാമ്പിളിലോട്ട് നമ്മളെ VS കോഡിലോട്ട് തന്നെ മൂവ് ചെയ്യാം. എന്നിട്ട് VS കോഡിൽ ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് VS കോഡിൽ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വേരിയബിൾസും കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഇവിടെ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ലൂപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ആണ്. loops.py എന്ന് പറഞ്ഞാൽ പൈത്തൺ. ഓക്കെ, JS ആക്കിയാൽ ജാവാസ്ക്രിപ്റ്റ് ആവും. ഓക്കെ, ഞാനിവിടെ നമുക്ക് ആദ്യം ജസ്റ്റ് കമൻറ്റ് കൊടുക്കാം. കമൻറ്റിൽ നമുക്ക് ആദ്യം വേണ്ട നമുക്ക് ഫോർ ലൂപ്പിനെ പഠിക്കാം. ഓക്കെ, ഫോർ ലൂപ്പിനെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു റേഞ്ച് കൊടുക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എത്ര റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ റേഞ്ച് ഒരു 5 പറഞ്ഞു കൊടുക്കാം. അപ്പം നമുക്കിവിടെ 0 1 2 3 4 വരെ കാണിക്കും. എന്നിട്ട് ഞാൻ ഒരു 2 ഡോട്ട് കൊടുത്തു, എൻ്റർ അടിച്ചു. ഈ 2 ഡോട്ട് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 4ൻ്റെ ഉള്ളിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ ഐനെ വിളിച്ചു. ഇവിടെ റേഞ്ച് 5 എന്ന് പറഞ്ഞു കൊടുത്താൽ 0 1 2 3 4 കാണിക്കും, നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്പർ പോയിട്ടുള്ളത് ഐയിലോട്ടോ. 4i ഇൻ റേഞ്ച് പറഞ്ഞാൽ ഐയിലോട്ടാണ് ഈ റേഞ്ചിൻ്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഐനെ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ഇവിടെ റൺ ചെയ്യിപ്പിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ അടിച്ചാൽ നമുക്കിവിടെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ റൺ ഓപ്ഷൻസ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റൺ ചെയ്താലും മതി. ഓക്കെ, കണ്ടല്ലോ 0 1 2 3 4 എന്ന് കാണിച്ചു പ്രിന്റിൻ്റെ ഉള്ളിൽ. അത് ഓരോന്ന് ലിസ്റ്റ് ആയിട്ട് കാണിച്ചു. അതാണ് നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ കോഡിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. അതാണ് ഫോർ ലൂപ്പിൻ്റെ വേറെ ഷോർട്ട്. ഫോർ ലൂപ്പിൻ്റെ ഒരു ഓവർ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. മീൻസ് ലിസ്റ്റ് മോഡൽ കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഫോർ ലൂപ്പിന് പുറത്തേക്ക് വന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാം. ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ എഴുതി, ഫ്രൂട്ട്സിൻ്റെ ഒരു വേരിയബിൾ എഴുതി. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കുറച്ച് ഫ്രൂട്ട്സിന് എഴുതി, ഒരു ലിസ്റ്റ് മോഡൽ കുറച്ച് ഫ്രൂട്ട്സിന് എഴുതാം, ആപ്പിൾ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി ജസ്റ്റ് മാംഗോ എഴുതാം, ഇനി നമുക്ക് ജസ്റ്റ് ബനാന എഴുതാം.
ഇത്ര മതി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിന് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. ഫോർ അയ്യോ എന്തും കൊടുക്കട്ടെ, ഐ തന്നെ വേണമെന്നില്ല. ഫോർ ഇപ്പോൾ ടി കൊടുക്കാം, ഇപ്പോൾ ഡി കൊടുക്കാം. അത് അതിലോട്ടാണ് ഇടുന്നത്, മീൻസ് അതിലോട്ടാണ് കയറ്റുന്നത്. ഇവിടെ ഞാൻ എന്താ കൊടുക്കുന്നത് അതിലോട്ടാണ് വാല്യൂസ് എന്ന് ചാടുന്നത്. ഞാൻ എന്തും കൊടുക്കാം. ജസ്റ്റ് ഞാൻ പി എടുത്തു. ഫോർ ഇന്നാണ് ഫോർ ഇൻ ലൂപ്പാണ്. മനസ്സിലായാലും ഫോർ ഇന്നാണ് മെയിൻ ആളുകൾ. ഈ ഉള്ളിടത്ത് നിങ്ങൾക്ക് എന്തും കൊടുക്കാം കേട്ടോ. ഫോർ ഐ എന്ന് പറഞ്ഞാണ്ട് ഈ വേരിയബിൾ നെയിമിനെ വിളിക്കാം. എന്നിട്ട് 2 ഡോട്ട് ഇടണു, ഉള്ളിൽ കയറണു, പ്രിന്റ് കൊടുക്കുന്നു. പ്രിന്റിൻ്റെ ഉള്ളിൽ ആരെ വിളിക്കുന്നു, ഈനെ വിളിക്കുന്നു. സംഭവം കത്തിയല്ലോ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൊക്കെ അറിയിക്കുക. എല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നുള്ള മീൻസ് ആ ഒരു രീതിയിലാണ് ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. കമൻറ്റ് ഉദ്ദേശിച്ചാൽ വർക്ക് ചെയ്യത്തില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മോഡിലോട്ട് റൺ ചെയ്ത് നിൽക്കത്തുള്ളൂ. അതിനെ റൺ ചെയ്തു വന്നല്ലോ. ആപ്പിൾ മാംഗോ ബനാന വന്നല്ലോ. ഞാൻ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആപ്പിൾ മാംഗോ ബനാന എന്ന് പറഞ്ഞിട്ട്. ആ ലിസ്റ്റ് ഞാൻ ഫോർ ഇയിലോട്ട് ഇട്ടു. ഫോർ ഇൻ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അതിന് ഇയിലോട്ട് മാറ്റി ലിസ്റ്റ് ഓരോന്ന് ലിസ്റ്റായിട്ട് കാണിക്കാനും വേണ്ടിയിട്ട് ലിസ്റ്റിൽ ഓരോന്ന് സെപ്പറേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഈനെ വിളിച്ചു. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഐ ഡി കിട്ടിയല്ലോ. ഓക്കെ, അതാണ് നെക്സ്റ്റ്. ഇനി നമുക്ക് വൈ ലൂപ്പിലോട്ട് കിടന്നല്ലോ. ഓക്കെ, ഞാൻ വൈ ലൂപ്പിലോട്ട് കിടക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഹാഷ്ടാഗിൽ വൈ ലൂപ്പ് എന്ന് കൊടുക്കും. ഇനി നമുക്ക് വൈ ലൂപ്പിലോട്ട് കിടക്കാം. വൈ ലൂപ്പിൽ ഞാൻ പറഞ്ഞു ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വൈൽ കണ്ടീഷൻ വിളിക്കുകയാണ്. വൈലിലെ കൗണ്ട് ഗ്രേറ്റർ 3 എന്ന് കൊടുത്തു. എന്നിട്ട് 2 ഡോട്ട് ഇട്ടു, ഉള്ളിൽ കയറി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് കൗണ്ട് എന്ന് വിളിച്ചു. പ്രിന്റിൻ്റെ ഉള്ളിൽ ആരെ വിളിച്ചു, കൗണ്ടിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ ഇതിനൊന്ന് റൺ ചെയ്താൽ ഇതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കണ്ടോ 0 മുതൽ അങ്ങനെ റൺ ചെയ്താണ്ടോ, 0 മുതൽ അങ്ങനെ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റോപ്പ് ഒന്നുമില്ല. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് കൊണ്ടുവരാണ്. ജസ്റ്റ് കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1. പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 0 1 കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടി റൺ ചെയ്യാണ്. കണ്ടോ 0 1 2 3 കണ്ടോ 0 1 2 3. ഈ സംഭവം വർക്ക് ചെയ്യാൻ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ ഒരു കൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു, 0 എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കൗണ്ട് എന്നുള്ള വേരിയബിൾ ഞാൻ 0 എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ വൈലിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈൽ ട്രൂ ആയാൽ, അത് ശരിയായാൽ അത് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടെ കണ്ടീഷൻ എന്താ കൊടുത്തുള്ളത്, 3 ആയാൽ ഇപ്പോൾ കൗണ്ട് എന്നുള്ളത് ഇവിടെ 0 ആണ്. കൗണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ വെക്കാം. ഇവിടെ 3 ആയാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ പറഞ്ഞു, ഇവിടെ താഴെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം 0-ലാണ് നിൽക്കുന്നത്. 0 പ്ലസ് 1 പ്ലസ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. 3 ആണ്. 3 എത്തുമ്പോൾ 0 ഇപ്പം നിലവിൽ കൗണ്ട് എന്നുള്ളത് 0 ആണല്ലോ. അതിലോട്ട് പ്ലസ് കൂട്ടിക്കൊണ്ടിരിക്കും. കൗണ്ട് എന്നുള്ള വേരിയബിളോട് വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇപ്പോൾ 0 1 ആവും, 2 ആവും, 3 ആവും, 4 അങ്ങനെ പ്ലസ് ഓരോന്ന് കൂടിപ്പോയി. ഇവിടെ 2 കൊടുത്താൽ 0 ഉള്ളത് 2 ആവും, 2 4 6 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ ഇവിടെ വന്നത്. കണ്ടോ 0 1 2. അപ്പോൾ ഈ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 0 സെറ്റ് ചെയ്ത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 1 2 3 അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 കൊടുക്കാത്തതുകൊണ്ട് കണ്ടുണ്ടായിരുന്നില്ല. ആ കൗണ്ട് ടോപ്പത്ത് കൗണ്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 0 ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ആവില്ല, വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ആവില്ല. ഇവിടെ സ്റ്റോപ്പ് ആണെന്ന് ഞാൻ ജസ്റ്റ് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് 3 എന്നുള്ളത്. അത് 3 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ആയി. 0 1 2. അപ്പോൾ 0 1 2 അപ്പോൾ 3 ആയല്ലോ. അപ്പോൾ ഇവിടെ 3 എത്തുമ്പോൾ സ്റ്റോപ്പ് ആവും. ഞാൻ ഇവിടെ 3 എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, 4 കൊടുക്കാൻ പോവാണ്. 4 കൊടുക്കുമ്പോൾ 3-ൽ സ്റ്റോപ്പ് ആവും. 0 1 2 3 എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ആവും. ജസ്റ്റ് ഒന്നും കൂടി റൺ ചെയ്യാം. കണ്ടോ 0 1 2 3-ൽ സ്റ്റോപ്പ് ആയില്ലേ? അതാണ് പറഞ്ഞത് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ അത് റൺ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ. ഈ വൈൽ ലൂപ്പിൽ നമുക്ക് റേഞ്ച് കൊടുക്കുക. വൈൽ ലൂപ്പിലുള്ളതാണ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള
മെത്തേഡ്സ് ബ്രേക്കും കണ്ടിന്യൂ അത് നമ്മളെ വൈ ലൂപ്പിലുള്ളതാണ്. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, വൈൻ്റെ കൂടെ വരുന്ന വേറൊരു മെത്തേഡുകളാണ് കണ്ടിന്യൂ ബ്രേക്ക്. അത് നമ്മൾ ഫോറിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യണത് കേട്ടോ. വൈലിൻ്റെ കൂടെ അല്ല, മീൻസ് വൈൽ നമ്മളിപ്പോൾ ഈ ലൂപ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആളുകളാണ് നമ്മളെ കണ്ടിന്യൂ ബ്രേക്ക് ഒക്കെ. ഓക്കെ, നമുക്ക് ഇനി അതിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഹാഷ്ടാഗിൽ കണ്ടിന്യൂ ഇട്ടേക്കാം. സോറി, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഇനി നമുക്കതിനെ ഒരു ഫോർ ലൂപ്പിലേക്ക് തന്നെ വിളിച്ചിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോർ എന്നോ എന്തും കൊടുക്കുക. ഞാൻ പൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവണ്ട. റേഞ്ച് ഫോർ ഐ ഇൻ റേഞ്ച്, നമുക്ക് റേഞ്ച് ഒരു ഇന്നിനെ വിളിച്ചിട്ടില്ലല്ലോ, ഫോർ ഐ ഇൻ റേഞ്ച് കിട്ടും. റേഞ്ചിൽ ഞാനിപ്പോൾ ഒരു 10 കൊടുക്കണം ബ്രാക്കറ്റിൽ. 10 തന്നെ വിളിച്ചു. എന്നിട്ട് 2 ഡോട്ട് ഉള്ളിൽ കയറി ഇവിടെ ഞാനിനി എന്ത് ചെയ്യാൻ പോണ്, ഇഫിനെ വിളിക്കുകയാണ്. ഇഫ് എന്താണെന്ന് വേറെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. n ഈക്വൽ ടു n അല്ല, i ഈക്വൽ ടു 3 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വർക്ക് ചെയ്യണം, കണ്ടിന്യൂ വർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇഫ് ഈക്വൽ ടു ഇഫ് i ഈക്വൽ ടു 7 ആണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് വർക്ക് ചെയ്യണം. ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഞാനിതിനൊന്ന് റൺ ചെയ്യിപ്പിക്കണം. കോഡ് ഞാൻ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ അടിക്കണ്ട. കോഡൊന്നും കൂടി ഞാൻ റൺ ചെയ്തു. പ്രിന്റിൻ്റെ ഉള്ളിൽ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റിൻ്റെ ഉള്ളിലാക്കുന്നുണ്ട് കേട്ടോ. പ്രിന്റിൻ്റെ ഉള്ളിൽ അയ്യനെന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ കണ്ടിന്യൂ ബ്രേക്ക്. ഇതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിൽ പുതിയ ആളുകളായിട്ട് വന്നതാണ് ഇഫ് കണ്ടീഷൻസ്. ഇനി ഇഫ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഇഫ് എന്ന് പറഞ്ഞാൽ അധികം കൺഫ്യൂഷൻസ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുക. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് റണ്ണ് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യും. അതാണ് ഇഫ് കണ്ടീഷൻ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. ഇവിടെ ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ലോഗിൻ പേജ് നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ആദ്യം നിങ്ങൾ സൈനപ്പ് ചെയ്യും. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യണം, കറക്റ്റ് ആണെന്ന് ഡാറ്റാബേസിൽ നിന്ന് പോയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു സംഭവം പെട്ടെന്ന് ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് പോയത് കേട്ടോ. അവിടെ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കണ്ടീഷനെ കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ സംഗതിയിൽ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇഫ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി കണ്ടിന്യൂ ബ്രേക്ക്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അറിയില്ല, ആ പേര് തന്നെ ഉണ്ട്, കണ്ടിന്യൂ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ കണ്ടിന്യൂ ബ്രേക്ക്. ഇനി ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കണ്ടാൽ അറിയാം. ഞാൻ ഇവിടെ റേഞ്ച് 10 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് 0 1 2 3 4 5 6 9. ഓക്കെ, അങ്ങനെ ഞാൻ റേഞ്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇഫ് യൂസ് ചെയ്തിട്ടൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. i ഈക്വൽ ടു 3 ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടുവിന് മീനിങ് എന്താ, ഡബിൾ ഈക്വൽ ടു പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? അതായത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഐയും 3യും കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഡബിൾ ഈക്വൽ ടുവിന് മീനിങ്, കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ളതും കറക്റ്റ് ആണോ, അതായത് ഇവിടെ ഉള്ളതും കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഈക്വൽ ടു അതാണ് നമ്മൾ സെൻട്രൽ ഈക്വൽ ടു എന്ന് കൊടുത്താൽ മീനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐയിൽ 3 ആകുമ്പോൾ 3നെ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ, അതായത് 1 0 1 2 3 എന്ന് വരില്ല. അപ്പോൾ 3 വരാ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൽ 4 5 അങ്ങനെ
റണ്ണ് ചെയ്യിപ്പിക്കും. ഇവിടെ ഇവിടെ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചല്ലോ, 0 1 2 3 ഇല്ല, എന്നിട്ട് 4 ചാടിയിട്ടുണ്ട്, അവിടെ കണ്ടിന്യൂ വന്നു. ഓക്കെ, നമ്മൾ ഇവിടെ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ 4 വർക്ക് ചെയ്യത്തില്ല, 3 സ്റ്റോപ്പ് പോകും. 0 1 2 3 പറഞ്ഞിട്ട് സ്റ്റോപ്പ് പോകും, 0 1 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് പോകും. 4ഉം 5ഉം 6ഉം വർക്ക് ചെയ്യില്ല. അവിടെ കണ്ടിന്യൂ ആയതുകൊണ്ട് 4ഉം 5ഉം 6ഉം വർക്ക് ചെയ്തു, 3നെ സ്കിപ്പ് ചെയ്തിട്ട്. അതാണ് കണ്ടിന്യൂൻ്റെ മീനിങ്. ഞാൻ വേറെ കണ്ടീഷൻ കൊടുത്തു, 4i = 7 എന്ന് പറഞ്ഞു കൊടുക്കും. 7 സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലോട് സ്റ്റോപ്പ് ചെയ്താണ്ട്. 6 കൊടുത്തപ്പോൾ നമുക്കവിടെ 7 8 9 ഒന്നും വർക്ക് ചെയ്തില്ല. അവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഞാനിവിടെ ഈ ബ്രേക്കിന് താഴെ വേറെ കണ്ടീഷൻ കൂടി കൊടുത്താൽ ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. അതായത് ഞാൻ ഇവിടെ വേറെ കണ്ടീഷൻ കൂടി കൊടുത്തു, ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല, ഓൾറെഡി ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്, അതിന് താഴേക്കുള്ള നമ്പറുകൾ വേറെ വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ബ്രേക്ക് കൊടുത്താൽ 3 സ്റ്റോപ്പ് പോകും, ഇവിടെ 4ഉം 5ഉം 6ഉം വർക്ക് ചെയ്തില്ല. അതാണ് ബ്രേക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലോ അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക. നമ്മൾ നോക്കിയത് ഫോർ ലൂപ്പ് നോക്കി, വൈൽ ലൂപ്പ് നോക്കി, അതിൻ്റെ കൂടെ തന്നെ ഇഫ് ഒന്ന് ബേസിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇഫിലോട്ട് നമ്മൾ ഇനി വരുന്നുണ്ട് കേട്ടോ, ഇഫ് എൽസിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അത് തന്നെ പരമാവധി ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ കണ്ടിന്യൂ ബ്രേക്കും പഠിച്ചു. ഓക്കെ, സിമ്പിൾ അല്ല, അധികം ടഫ് ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലേക്ക് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഫ് എൽസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെ കാണിക്കുന്ന ഒരുമിച്ചൊരു ഒറ്റ വീഡിയോയിൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലോട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ, നമ്മളെ ലിസ്റ്റ് ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് നോക്കും. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ സപ്പോർട്ട് ചെയ്യാം, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മളിതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.